അരേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഈ കാണുന്നത്. ഇതിന് ഇവിടെ വിളിപ്പേര് ആനച്ചേമ്പ് എന്നാണ്. അലൊക്കേസിയ മാക്രോറൈസോസ് എന്ന് സയൻറ്റിഫിക് നെയിമുള്ള ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള കോമൺ പേരുകൾ ജയൻറ്റ് ടാരോ, എലഫൻ്റ് ഇയർ, ജയൻറ്റ് അലൊക്കേസിയ, എയിപ്പ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ മലയാളത്തിൽ ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ആനച്ചേമ്പ്, പാണ്ടിച്ചേമ്പ്, ശീമച്ചേമ്പ്, മുണ്ടിയ, ആസാം ചേമ്പ്, ഈയച്ചേമ്പ്, ഈഴച്ചേമ്പ്, കപ്പച്ചേമ്പ്, കഴുങ്ങ് ചേമ്പ്, മങ്കുണ്ടച്ചേമ്പ്, മാറാൻ ചേമ്പ്, മാറാമ്പ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ മാനകം, മഹാപത്രം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏഷ്യയും പിന്നെ പസഫിക് ഐലൻഡ്സുമാണ്. അതായത് ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, പിന്നെ ഓഷ്യാനിലെ പല പാർട്ടുകളും. അപ്പം മഴക്കാടുകളിലും നദീതീരങ്ങളിലും കൃഷിയിടങ്ങളിലൊക്കെ ഇഷ്ടംമാതിരി കണ്ടുവരുന്ന ഒന്നാണ്. മെയിനായിട്ട് ഹ്യൂമിഡ് ആൻഡ് വാം ക്ലൈമറ്റ്സിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു 4.5 മീറ്റർ വരെ ഉയരം വെക്കുന്ന ഒരു ജൈജാൻറ്റിക് ചെടിയാണ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഇല ഭയങ്കര ജൈജാൻറ്റിക് ആണ്. നല്ല ഒരു ആന ചെവിയോളം വലിപ്പമുണ്ട്. ഒരു 1.5 മീറ്ററോളം വലിപ്പം വെക്കുമെന്നാണ് പറയപ്പെടുന്നത്. നല്ല പച്ച കളർ ഇലകളാണ്. പിന്നെ ഇതിൻ്റെ വെയിൻസ്, ഞരമ്പുകൾ ഭയങ്കര തിക്കാണ്. അതുപോലെ നല്ല വിസിബിളുമാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെം, തണ്ടുകൾ നല്ല ഫ്ലഷിയാണ്. അതുപോലെ തന്നെ നല്ല വലുതും. ഇതിൻ്റെ പൂക്കളാണെങ്കിൽ നമ്മുടെ ആന്തൂറിയം പോലെയുള്ള പൂക്കളാണ്. നടുക്കായിട്ടൊരു സ്റ്റെമ്മും പിന്നെ ഒറ്റ എതളും ആയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നമ്മുടെ കൈയുടെയൊക്കെ അത്രയും വലിപ്പമുള്ള പൂക്കളാണ് ഇതിനുള്ളത്. പിന്നെ ഇത് കിഴങ്ങ് വർഗ്ഗമാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് സിസ്റ്റവും കിഴങ്ങാണ്. കൃഷി ചെയ്യുമ്പോൾ അത് പിരിച്ചെടുത്ത് നട്ട് പുതിയ ചേമ്പുകൾ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫ്ലേവനോയിഡ്സ്, ഫിനോളിക് കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ ആൽക്കലോയിഡ്സ്, ടാനിൻസ്, സാപ്പണിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സാപ്പണിൻസ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പിന്നെ പൊട്ടൻഷ്യൽ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ ഒരു മെഡിസിനൽ യൂസേജ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ പലതരം സ്കിൻ കണ്ടീഷൻസിന് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതായത് സന്ധിവേദന, ജോയിൻറ്റ് പെയിൻസ്, റിമാറ്റിക് പെയിൻസ്, പിന്നെ പൊള്ളലുകൾ എന്നിവയ്ക്കൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ കിഴങ്ങുകളും വേരുകളും മൈൽഡായിട്ടുള്ള ലാക്സേറ്റീവും ഡയൂററ്റിക്കും ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ടും അബ്ഡോമിനൽ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ തണ്ടും ചാറും പാമ്പുകടിക്കെതിരെയും മുറിവുണക്കാനും യൂസ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, നാട്ടുമുറങ്ങളിൽ കണ്ടുവരുന്നത് ഇതിൻ്റെ തണ്ടെടുത്ത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളലുകൾക്ക് നല്ല ശമനവും കിട്ടും, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെ ഫോൾക്ക് മെഡിസിൻസിൽ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിസ്രാവം എന്നറിയപ്പെടുന്ന ല്യൂക്കോറിയ, പിന്നെ പലതരം ട്യൂമേഴ്സ്, പിന്നെ ഇൻഫ്ലമേഷൻസ് ഒക്കെ തന്നെ ചികിത്സിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ആനച്ചേമ്പ് എന്നാണ് പലയിടത്തും കിട്ടിയേക്കുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ടോക്സിസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്ര ടോക്സിക് അല്ല. പക്ഷേ ഇതിൻ്റെ അത് അടങ്ങിയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് സിവിയർ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. മറ്റേ ഡയറക്റ്റ് എടുത്ത് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും മൗത്തിലും ത്രോട്ടിലും, അതായത് തൊണ്ടയിലൊക്കെ സിവിയർ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. പിന്നെ നല്ല സ്വെല്ലിംഗ് ഉണ്ടാക്കും. പിന്നെ ബേണിംഗ് സെൻസേഷൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്ട്രസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും കേരളത്തിൽ ഇഷ്ടംമാതിരി കറികൾക്ക് ഇത് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് നന്നായിട്ട് വേവിച്ചിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് അവിയൽ, കൂട്ടുകറിക്കുമാണ്. പക്ഷേ ഇത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കാറുമുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ മെയിനായിട്ടും ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലാണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള വെൽ ഡ്രെയിൻഡ് റിച്ച് ഓർഗാനിക് മാറ്റർ ഉള്ള സോയിലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ലൈറ്റ് ആണെങ്കിൽ പാർഷ്യൽ ഷെയ്ഡോ അല്ലെങ്കിൽ അത്യാവശ്യം ഫിൽറ്റേർഡ് ആയിട്ടുള്ള സൺലൈറ്റോ, ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഫിൽറ്റേർഡ് ആയിട്ടുള്ള സൺലൈറ്റോ ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വാട്ടറിങ്, റെഗുലർ വാട്ടറിങ് വേണം. നല്ല മോയ്സ്റ്റ് ആയിരിക്കണം. പക്ഷേ വാട്ടർ ക്ലോഗിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോവും. പ്രൊപ്പഗേഷൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് കിഴങ്ങുകൾ വെച്ചിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ മെയിനായിട്ടും പറയാനുള്ളത് ടോങ്ക ആൻഡ് സമോവ ഏരിയാസിൽ ഇതൊരു ഫാമിൻ ഫുഡായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഇത് ട്രഡീഷണൽ മെഡിസിൻസ് ആയിട്ടും പിന്നെ റിച്വൽ പ്രാക്ടീസസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചെടി. ഇനി ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലാർജ് റൂട്ട് സിസ്റ്റം ഇത് സോയിൽ ഇറോഷൻ തടയാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ സോയിൽ സ്റ്റെബിലൈസേഷന് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പിന്നെ ഇത് അഗ്രോ ഫോറസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു മേജർ പ്ലാന്റ് ആണ്. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഷെയ്ഡിൽ വളരും. പിന്നെ ഒരുപാട് നല്ല വലുതായിട്ട് വളരും. വലിയ കെയർ ഒന്നും വേണ്ട. പിന്നെ ഒരുപാട് പെസ്റ്റ് അറ്റാക്സും കാര്യങ്ങളൊന്നും ഇതിനില്ല. അപ്പോൾ ഫുഡ് സേഫ്റ്റിക്കായിട്ട്, അതായത് ഫുഡ് സ്കേഴ്സിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാകത്തിന് ഇത് അഗ്രോ ഫോറസ്ട്രിയിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഈ മെഡിസിനലി ആൻഡ് കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഈ ഓർണമെന്റൽ പ്ലാന്റ് ഈവൻ ഫുഡിലും ഒരുപാട് യൂസ് ചെയ്യുന്ന ഈ പ്ലാന്റ് അത്യാവശ്യം ഗാർഡനിങ്ങിലും കൃഷിയിടങ്ങളിലും ലാൻഡ്സ്കേപ്പിങ്ങിലും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.